നമ്മൾ നേരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ മേയർ തെരഞ്ഞെടുപ്പുകളാണ്. അങ്ങനെ തിരുവനന്തപുരത്തെ കാര്യം അറിഞ്ഞു, കൊച്ചിയിലെ കാര്യം അറിഞ്ഞു, പാലയിലെ കാര്യം നമ്മളൊന്ന് പറഞ്ഞുപോയി. ഇനി കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് സദാശിവനാണ് നയിക്കുക. രണ്ടാം റൗണ്ടിൽ 33 വോട്ട്, ആദ്യ റൗണ്ടിൽ 35 വോട്ട്. റിയാസ് KMR ഉണ്ട് അവിടുന്ന്. റിയാസ്, ആ തെരഞ്ഞെടുപ്പ് നടപടികൾ ഒന്ന് കൃത്യമായി ഒന്ന് പറഞ്ഞാൽ, ആ രണ്ട് ഘട്ടവും ഒന്ന് പറഞ്ഞാൽ എളുപ്പമായി. കാളിദാസ്, നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ LDF-ലെ തറമ്പാട്ടുതാഴ് ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലർ സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷന്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 10:30 തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. ജില്ലാ കളക്ടറായിട്ടുള്ള വരണാധികാരി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആയിരുന്നു. അദ്ദേഹം കൃത്യസമയത്ത് എത്തുകയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. വോട്ടെടുപ്പ് ഏറെ നേരം നീണ്ടുനിന്നു. 76 അംഗങ്ങളാണ് ഉള്ളത്. അവരെല്ലാം തന്നെ വോട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. LDF-ന് വേണ്ടി ഇപ്പോൾ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സദാശിവനും, UDF-ന് വേണ്ടി SK അബൂബക്കർ, മീഞ്ചന്ത ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലർ കോൺഗ്രസിലെ SK അബൂബക്കർ മത്സരിച്ചു. NDA-ക്ക് വേണ്ടി പന്ന്യങ്കര ഡിവിഷൻ കൗൺസിലറായിട്ടുള്ള BJP-യുടെ മുതിർന്ന നേതാവ് നമ്പിടി നാരായണനായിരുന്നു മേയർ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. ഇതിൽ ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും, മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ മുന്നണികളിലെ കൗൺസിലർമാരുടെ എല്ലാ വോട്ടുകളും കൃത്യമായി ലഭിക്കുകയും ചെയ്തു. അതായത് LDF-ന് 35, UDF-ന് 28, NDA-ക്ക് 13 എന്നിങ്ങനെ ലഭിച്ചു. ഒരു വോട്ട് പോലും ആദ്യഘട്ടത്തിൽ അസാധുവായില്ല. എന്നാൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വന്നപ്പോൾ LDF-ന്റെ 2 വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതടക്കം ഇനി പരിശോധിക്കപ്പെടണം. 33 വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ സദാശിവൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. SK അബൂബക്കറിന് UDF-ന്റെ മുഴുവൻ വോട്ടുകളും 28 വോട്ടുകളും ലഭിച്ചു എന്നുള്ളതാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ. പിന്നീട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അദ്ദേഹം മേയറായി അധികാരമേൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഓരോ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദന പ്രവാഹവുമായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P മോഹൻ മാസ്റ്റർ, ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, ഒപ്പം നിലവിലുള്ള മുൻ ഡെപ്യൂട്ടി മേയർ CPM മുസാഫർ അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ അഭിനന്ദിച്ച് രംഗത്ത് വരികയും ചെയ്തു. പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുള്ള കൗൺസിലർമാരും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേയർ. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇനി സദാശിവനാണ് നയിക്കുക. ആദ്യ റൗണ്ടിൽ 35 വോട്ടുകൾ നേടി, രണ്ടാം റൗണ്ടിൽ 33 വോട്ടുകൾ നേടിയാണ് അങ്ങനെ ജയിച്ച് വന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് LDF-ന്റെ കോട്ടയാണ്. അപ്പോൾ ഈ LDF ഈ നേട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറെ നിർണായകം തന്നെയാണ്. അവിടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കേവല ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് LDF-നുള്ള ഏക കോർപ്പറേഷനാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ എന്നുള്ളത്. കേവല ഭൂരിപക്ഷമില്ലാതെ അവിടെ ഇപ്പോൾ ജയിച്ചു കയറിയൊരു സാഹചര്യം കൂടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള നാളുകൾ പ്രവർത്തനം മികച്ചതാക്കി LDF-നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെയുള്ള ചില ലക്ഷ്യങ്ങൾ LDF-നുണ്ടാകും. വരുന്ന 5 വർഷം കഴിഞ്ഞ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും മികച്ച രീതിയിൽ കേവല ഭൂരിപക്ഷവും കടന്ന് മികച്ച രീതിയിൽ ഒരു സീറ്റ് വർധന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ LDF ഇപ്പോഴേ തുടങ്ങുമെന്നുള്ളത് കൂടിയാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ LDF-ന്റെ ഇനി മുന്നിലുള്ള ലക്ഷ്യമെന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിന് മുൻതൂക്കം കൂട്ടുന്ന, അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് തന്നെ കടന്നേക്കുമെന്നുള്ളതാണ്. തടമ്പാട്ടുതാഴം ഡിവിഷൻ കൗൺസിലറായ സദാശിവൻ അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ നയിക്കുകയാണ്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.